ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് കബ്സയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും കബ്സ, മന്തി, ബിരിയാണി ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ സാധാ അടുപ്പിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ ഗ്യാസ് അടുപ്പുമ്മൽ വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ കബ്സ തയ്യാറാക്കാം നോക്കാം. നമ്മൾ ഇന്നിവിടെ ഒരു 1/2 kg കബ്സ ഉണ്ടാക്കുന്ന അളവാട്ടോ കാണിക്കുന്നത്. ബീഫ് ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബീഫിലോട്ട് ഒരു 3 ടീസ്പൂൺ കബ്സ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ബീഫ് വേവാനായിട്ട് ആവശ്യമായ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. 1 കിലോ ബീഫ് വെച്ചിട്ട് കബ്സ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിന്റെ ഡബിൾ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ബീഫ് ഒരു 1/4 വേവാവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് അവിടെ കുക്കറിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റേ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. കൂടെ ഒരു 2 ടീസ്പൂണും കൂടി കബ്സ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ 3 ടീസ്പൂൺ കബ്സ മസാല ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് തന്നെ പൊടിക്കാത്ത കുരുമുളക് കുറച്ച്, അതേപോലെ തന്നെ പച്ചമല്ലി കുറച്ച്, ഒരു 3-4 പട്ട, കറാമ്പൂ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉണക്കനാരങ്ങ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് 2 മാഗി കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗി കട്ടയിൽ ഉപ്പുള്ളത് കൊണ്ട് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ഭാഗവും വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീഫ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മസാലക്കൊന്ന് യോജിപ്പിക്കാം. ശേഷം ഒരു 1/2 കഷ്ണം ക്യാപ്സിക്കവും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളമില്ലേ, അത് അളന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്ത അരിയുടെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് കബ്സ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മുടെ അടുപ്പത്തുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഗ്യാസുമ്മൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അരി ഒരു 1/2 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വാരിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു മുകളിൽ ഒരു വെയിറ്റ് ഇട്ട് നമുക്ക് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം നല്ല പോലെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമന്റും തരണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.